ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പം നമുക്ക് ജോലി കിട്ടില്ല എന്നുള്ളൊരു ടെൻഷൻ ഇപ്പം ഞങ്ങൾക്ക് മാറിയിട്ടുണ്ട്. കാരണം അതുപോലത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും സാർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു ഞാൻ ബികോം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഒരു ബിഗ് 4 കമ്പനി പ്ലേസ്ഡ് ആവുന്നത്. അപ്പം ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഇവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ പ്ലേസ്മെൻറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുമെന്ന്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഞാൻ പ്ലേസ്ഡ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കിതൊരു വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ താങ്ക്സ് പറയുന്നത് പ്രെപ്ക്യൂബ് ടീമിനോടാണ്. അവരുടെ ഭാഗത്തു നിന്ന് സ്റ്റാഫ്സ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര രീതിയിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോച്ചിങ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു കോച്ചിങ് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഏതാണ്ട് വരാൻ തുടങ്ങി ഈ പ്ലേസ്മെൻറ്റ്സിൻ്റെ ഇത്. അതും വന്നത് 2 കമ്പനീസ് ആണെങ്കിലും ബിഗ് 4 കമ്പനീസ് ആയിരുന്നു. അപ്പം ഇപ്പോൾ ഒരു പ്ലേസ്മെൻ്റ് ആയതിൻ്റെ ഒരു സന്തോഷം വളരെ ഇതാണ്. ഡിഗ്രി കഴിഞ്ഞു, പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും CPA പോകണോ എന്നൊരു ഇതിലോട്ട് വന്നു. പക്ഷേ അപ്പം CPAക്ക് കുറച്ചുകൂടി ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് EA എന്നൊരു കോഴ്സ് കണ്ടു. അത് മെയിൻലി എൻ്റെ ഫാദറാണ് എനിക്കത് ചൂസ് ചെയ്ത് തന്നത്. അപ്പം ഞങ്ങൾ പ്രെപ്ക്യൂവിൻ്റെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോഴാണ് പെട്ടെന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്തത്. അങ്ങനെ അവരെ ഡയറക്റ്റ് വിളിച്ചു കാര്യം പറഞ്ഞപ്പം ഓഫീസിൽ വന്നു നേരിട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഇത് തോന്നി, ഒരു പോസിറ്റീവ് ഒരു ഇത് തോന്നിയപ്പം അവരുമായിട്ട് അങ്ങ് അത് അക്സെപ്റ്റ് ചെയ്ത് EAക്ക് തന്നെ ചേർന്നു. നമുക്ക് ഇപ്പോൾ ഒരു ഷോർട്ട് സ്പാൻ ആണെങ്കിൽ പോലും EAക്ക് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അതായത് US ടാക്സേഷൻ ആണ്. അപ്പം അതൊരു പ്രൊഫഷണൽ കോഴ്സ് എന്ന രീതിയിൽ നമുക്ക് ഹൈ സാലറി ഹൈ കോമ്പൻസേഷൻ കിട്ടുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പം നമുക്ക് CPA അത് കഴിഞ്ഞാണെങ്കിലും പെർസ്യൂ ചെയ്യാം. അപ്പം ബേസിക്കലി പെട്ടെന്നൊരു ബികോം കഴിഞ്ഞ അടുത്ത് എന്താണ് ഒരു US ടാക്സിനോടൊക്കെ ഒരു താല്പര്യമുള്ളവർക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ് എൻറോൾഡ് ഏജൻറ്റ്. ബേസിക്കലി ഇപ്പം പ്രെപ്ക്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം നോർമലി ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ നമുക്കൊരു ടെൻഷൻ കാണും, എങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ വരുമോ എന്നുള്ളൊരു ഡൗട്ട് കാണും. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല ഇതായിരുന്നു. കാരണം ഫാക്കൽറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്ത് അവരോട് ഡൗട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് ലിൻസി ചേച്ചി അവരൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏത് നേരത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള ഇത് വെച്ച് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് വിഷ്ണു സാർ ആണെങ്കിലും സാർ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ അവർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോൺ ടെക്നിക്കൽ സെക്ഷൻസ് തന്നായിരുന്നു. പിന്നെ MS ഓഫീസ് അതുപോലത്തെ ഇത് പവർ BI അതിനെ പറ്റിയുള്ള ക്ലാസ്സസ് തന്നു. പിന്നെ ഇൻ്റർവ്യൂസിന് മുമ്പ് തന്നെ നമുക്ക് മോക്ക് ഇൻ്റർവ്യൂസ് അവർ തന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഒരു ഫ്രഷർ എന്ന നിലയിൽ നമ്മൾ വേറൊരു ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മോക്ക് ഇൻ്റർവ്യൂസ് കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവർ കറക്റ്റ് ഒരു പക്ക ഒരു പ്രൊഫഷണൽ രീതിയിലാണ് അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു മോക്ക് ഇൻ്റർവ്യൂയിലൂടെ നമ്മൾ ഓർക്കും ഇപ്പം അറിയാവുന്ന സാർമാരല്ലേ, ഇപ്പം നമുക്ക് അറിയാവുന്നവരാന്ന് പറഞ്ഞാൽ അങ്ങനെ. പക്ഷെ അതല്ല, നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്ത് അകത്തോട്ട് കയറി കഴിയുമ്പോൾ അവർ നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അവർ കറക്റ്റ് ഒരു പ്രൊഫഷണൽ രീതി തന്നെ അവർ കീപ്പ് ചെയ്ത് നമുക്ക് ആ ഒരു ഇത് കറക്റ്റ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇതുപോലെ തോന്നും. അപ്പം ഇതൊക്കെ കൊണ്ട് എനിക്ക് പ്രെപ്ക്യൂ ചൂസ് ചെയ്തത് നല്ലൊരു ഇതായിട്ട് തന്നെയാണ് തോന്നുന്നത്. വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും പപ്പായ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കാണെങ്കിലും എന്നെക്കാളും ഭയങ്കരധികം ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ബികോം കയറിയപ്പോൾ തൊട്ട് ഞാനിങ്ങനെ KPMG എന്നുള്ള കമ്പനിയുടെ പേര് പറഞ്ഞ് അവർക്ക് ഒരു ഫെമിലിയാരിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇത്ര പെട്ടെന്ന് എൻ്റെ ഒരു ആഗ്രഹം സഫലമാവുമെന്ന് അവരും പ്രതീക്ഷിച്ചില്ല. പപ്പായ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഭയങ്കരധികം സന്തോഷമാണ്. എനിക്കതിലും ഉപരി സന്തോഷമാണ്. അപ്പം അടുത്ത ഗോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ 3 പേപ്പറും ഉടനെ തന്നെ വിതിൻ ഷോർട്ട് സ്പാൻ ടൈം കൊണ്ട് തന്നെ എനിക്കിത് പാസ്സാവണം. പാസ്സായി കഴിഞ്ഞ് പിന്നെ KPMG തന്നെ എനിക്ക് എൻ്റെ ഡ്രീം പോലെ തന്നെ ഒരു ഹയർ പൊസിഷനിലേക്ക് പതുക്കെ എത്തിയിട്ട് ഫ്യൂച്ചറിൽ എനിക്ക് CPA കൂടെ പെർസ്യൂ ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടെ ഉണ്ട്.